ആരാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ? ഞാനങ്ങനെ ഒരു ബിഗ് ബോസ് ഫാനൊന്നുമല്ല. പക്ഷേ ഇതിപ്പോൾ ഇന്ന് ഫുള്ള് ഇൻസ്റ്റ സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ടുകൊണ്ടിരുന്ന ഇതാണ്. നിന്നെയൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളൂ. അതെന്തുകൊണ്ട് അവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തേ? ഈ ലെസ്ബിയൻ എന്ന് പറയുന്നതിനകത്ത് എവിടെയാണ് വൾഗാരിറ്റി? ഒരു ആണും പെണ്ണും മാത്രമേ ഒരുമിച്ച് സ്നേഹിക്കാൻ പാടുള്ളൂ, ഒരുമിച്ച് പ്രണയിക്കാൻ പാടുള്ളൂ, ജീവിക്കാൻ പാടുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്ന ആ ഒരു ടൈം കഴിഞ്ഞില്ലേ? കമ്മ്യൂണിറ്റിയിൽ ഫ്രസ്ട്രേറ്റഡ് ആവുന്ന ആൾക്കാർ ചിന്തിക്കുന്നത് എന്താ? ഇവരുടെ പാർട്ട്ണറോട് എങ്ങനെയായിരിക്കും, ഇവരുടെ ഒരു സെക്ഷൽ ലൈഫിൽ ഇവരെങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരായിരിക്കും ഇതിൽ ഹസ്ബൻഡിൻ്റെ റോൾ ഹാൻഡിൽ ചെയ്യുന്നത്, ആരായിരിക്കും വൈഫിൻ്റെ റോൾ ഹാൻഡിൽ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കുറേ ചിന്തകൾ വരുമ്പോഴാണ് ഇതൊരു വൾഗാരിറ്റി ആവുന്നത് അല്ലേ? അതിലും വൾഗാരിറ്റി തോന്നേണ്ട ആവശ്യമില്ല, എങ്കിലും അതാണ് ചിന്തിക്കുന്നത്. മറിച്ച് രണ്ട് മനുഷ്യർ അവർ പരസ്പരം സ്നേഹിക്കുന്നു, അവരൊരുമിച്ച് സപ്പോർട്ട് ചെയ്യുന്നു, അവരൊരുമിച്ച് ജീവിക്കുന്നു, അവരങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ ചിന്തിച്ച് എത്ര മനോഹരമായിട്ടൊരു റിലേഷൻ അവരുടേത്. ആ രണ്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് ജീവിക്കുന്നത് ആ ഒരു ബിഗ് ബോസ് ഷോയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവരങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ കുറേ റീൽസ് ഇങ്ങനെ കുറേ പാട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നുന്നുണ്ട് അല്ലേ, അവരെത്ര മനോഹരമായിട്ടാണ് സ്നേഹിക്കുന്നത്. അവരുടെ സ്നേഹത്തെ കണ്ടാൽ പോലെ, അവരുടെ ആ ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു പ്യുവറായിട്ടുള്ള സ്നേഹം മാത്രം നമ്മൾ നോക്കിയാൽ. ഈ രണ്ട് പെൺകുട്ടികൾ പരസ്പരം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പാർട്ട്നേഴ്സായിട്ട് ലൈഫിൽ മുമ്പോട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ കാണുന്നവർക്ക് എന്താ പ്രശ്നം? കാണുന്നവരുടെ കണ്ണിലാണ് പ്രശ്നം. അവരുടെ കണ്ണിൽ പ്രണയം, വിവാഹം, ഒരാണും പെണ്ണും തമ്മിൽ മാത്രമാവണം, അതിനുശേഷം അതിനടുത്ത തലമുറ ഉണ്ടാവണം, ഇതിനു വേണ്ടിയാണ് വിവാഹം എന്ന് ചിന്തിക്കുന്നവരാണ്. മറിച്ച് നമുക്ക് നമ്മളുടെ കൂടെ നിൽക്കാൻ സപ്പോർട്ടിനൊരാൾ, അതാണോ പെണ്ണോ ആയിക്കോട്ടെ, നല്ലൊരു പാർട്ട്ണർ ആവാൻ, അതിനപ്പുറത്തേക്ക് അവരുടെ സെക്ഷുവാലിറ്റി എന്താണ്, അവരുടെ സെക്ഷുവൽ ലൈഫ് അവരെങ്ങനെ എൻജോയ് ചെയ്യുന്നു, ഇതൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. ഇതൊക്കെ നോക്കുന്നത് കൊണ്ടല്ലേ അതിലൊരു ഫ്രസ്ട്രേഷൻ നമുക്ക് കാണാൻ പറ്റണം. അവരുടെ സ്നേഹവും അവരൊരുമിച്ച് ജീവിക്കുന്നതും ഒക്കെ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ സൊസൈറ്റിയുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അതിലെവിടെയാണ് വൾഗാരിറ്റി ഉള്ളത്? അവരുടെ ബെഡ്റൂമിനുള്ളിൽ എന്താണ് എന്ന് ചിന്തിക്കാതെ അവർ കാണിക്കുന്ന അവരുടെ സ്നേഹവും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു കെയറും അവർ കൊടുക്കുന്ന റെസ്പെക്റ്റും അതിനെയല്ലേ ചിന്തിക്കേണ്ടത്. അത്ര മനോഹരമായിട്ട് പ്രണയിക്കുന്ന രണ്ട് പേരെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് പറയാൻ എങ്ങനെയാണ് തോന്നുന്നത്? അവരുടെ ബെഡ്റൂമിനുള്ളിൽ പോയി അതിലൊളിഞ്ഞു നോക്കി അതിലെ കാര്യങ്ങൾ തലയിലിട്ട് ചിന്തിക്കേണ്ട മതി. അവരുടെ ജീവിതമാണ്, അവർ ജീവിക്കട്ടെ. അവർ രണ്ടുപേരും ആ ഒരു ജീവിതത്തിൽ സന്തോഷമായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കാണുന്ന ആർക്കാണ് പ്രോബ്ലം? ഇതിനെക്കുറിച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്തവരുടെയൊക്കെ വീഡിയോയുടെ അണ്ടറിൽ വന്നിരിക്കുന്ന കമൻ്റ് ഉണ്ട്. നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ നിങ്ങളിത് സമ്മതിക്കുമോ? നിങ്ങളുടെ മക്കൾക്കാണെങ്കിൽ നിങ്ങളിത് സമ്മതിക്കുമോ? നമ്മുടെ മക്കൾക്ക് വരുന്നു അല്ലെങ്കിൽ അപ്പുറം നിൽക്കുന്ന ഒരാൾക്ക് വരുന്നു എന്നുള്ളതല്ല, അവരുടെ ജീവിതം അവരെ ജീവിക്കാൻ അനുവദിക്കുക. അവരൊരാളോടും ഞങ്ങളെ കണ്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് നിങ്ങളും അങ്ങനെ ആവണം എന്ന് പറയുന്നില്ലല്ലോ. നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള പോലെ ജീവിക്കുക, അതുപോലെ തന്നെ അവരെ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ സമ്മതിക്കുക, അത്രയേ ഉള്ളൂ. നമ്മുടെ കുട്ടികളോട് അല്ലെങ്കിൽ ഈ ഷോ കണ്ട് ഇൻഫ്ലുവൻസർ ആവും എന്ന് പറയുന്ന നമ്മുടെ കുട്ടികളുടെ അടുത്ത് നമുക്ക് പറഞ്ഞു കൊടുക്കുക. സമൂഹത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അവരും അറിഞ്ഞ് വളരണമല്ലോ, അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നത് പോലെ തന്നെ അവരെ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ വിടുക. ഈ ട്രാൻസ് കമ്മ്യൂണിറ്റി ആണെങ്കിലും അതുപോലെ തന്നെ ഗേസ് ആണെങ്കിലും ലെസ്ബിയൻസ് ആണെങ്കിലും അവർക്ക് അവരുടേതായ ഒരു ലൈഫുണ്ട്. ആ ലൈഫിൽ അവരെ ജീവിക്കാൻ വിട്ടേക്കുക.